ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്പസമയം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കുരിശ് വരയ്ക്കുക. വിശുദ്ധ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ. കാരുണ്യവാനായ ഈശോയെ, നന്മപൂർണമായ ഒരു പുലരി കണ്ടെണീക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സമയം അങ്ങയോടൊപ്പമായിരിക്കുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ യേശു സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചില്ല. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുക്കാതിരുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി കുട്ടികളുടെ പാരൻസ് എന്നെ വിളിച്ചിരുന്നു എന്നാണ് വീഡിയോ ഇടാതിരുന്നത്. കുട്ടികളും ഞങ്ങൾ ക്ലാസ് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണെന്ന് പറഞ്ഞത് വളരെ സന്തോഷം. യേശുവിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നന്നായിട്ട് ഒരുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ പ്രായത്തിലുള്ള മക്കൾ ഇതുപോലെ ആത്മീയമായിട്ട് വളരാനായിട്ട് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ രണ്ടാമത്തെ പാഠം യുവജനങ്ങളും വ്യക്തിത്വം എന്ന പാഠത്തിൻ്റെ 1ാം വീഡിയോയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് വ്യക്തിത്വമെന്നും വ്യക്തിത്വ വികസനത്തിൻ്റെ തലങ്ങൾ ഏതൊക്കെയെന്ന് 4 തലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ഓർത്തൊന്ന് പറയാൻ നോക്കൂ. 4 തലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഭൗതിക തലം, ആധ്യാത്മിക തലം, സാമൂഹിക തലം, വൈകാരിക തലം. അപ്പം അങ്ങനെ നമ്മൾ 4 തലങ്ങളെക്കുറിച്ച് പഠിച്ചില്ലേ? അപ്പം ഈ 4 തലങ്ങളിലും കൂടി നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ടൊരു വ്യക്തിത്വത്തിലേക്ക് വരുന്നത് ഈ 4 തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ഇനി ഒരു ആരോഗ്യമുള്ള വ്യക്തിത്വം നമ്മൾക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതിനായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെയുള്ളത് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ശരിയായ സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. വസ്തുനിഷ്ഠമായ സ്വയം വിലയിരുത്തൽ, അതുപോലെ യഥാർത്ഥമായ ലക്ഷ്യബോധം ഉണ്ടാകണം, യാഥാർത്ഥ്യബോധം ഉണ്ടാകണം. വീണ്ടും പെരുമാറ്റത്തിലെ ഐക്യവും ദാർഢ്യവും, പഴയ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാനുള്ള കഴിവ്, വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുവാനുള്ള കഴിവ്, വികാരങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്. ഈ കഴിവുകൾ ഇത്രയും നമ്മൾ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നതാണ്. ശരിയായ സുരക്ഷിതത്വ ബോധം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ചില കുട്ടികൾക്ക് ഭയവും, അമിതമായിട്ടുള്ള ഭയം, ഉത്കണ്ഠ, അതായത് ഇപ്പം രാത്രിയിൽ ഇരുട്ടിനെ പേടി, പ്രേതങ്ങളെ പേടി, പിന്നെ എന്താണ് ഒറ്റക്ക് നടക്കുമ്പോഴത്തേക്കും എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്നുള്ള ഭയം, പിന്നെ അങ്ങനെയുള്ള ഉത്കണ്ഠകൾ, പിന്നെ പരീക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇല്ലേ? ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചത് ശരിയാണോ? എനിക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുമോ? അപ്പം ഇങ്ങനെയുള്ള ഈ ഭയവും ഉത്കണ്ഠയും നമ്മളിൽ നിന്നും ദൂരെ അകറ്റി നല്ലൊരു ഒരു ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് വരാനായിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശീലിക്കണമെന്നാണ് പറയുന്നത്. ഭയവും ഉത്കണ്ഠയും ഇല്ലാത്ത അവസ്ഥ. അടുത്തത് വസ്തുനിഷ്ഠമായ സ്വയം വിലയിരുത്തൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്. അപ്പം ആ രീതിയിൽ മാത്രമേ എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ എന്നേലും കൂടുതൽ കഴിവുണ്ടാവും. അപ്പം അതുപോലെ തന്നെ എന്നെയും വിലയിരുത്താനായിട്ട് സാധിക്കില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുകൾ ഞാൻ വികസിപ്പിച്ചെടുത്തിട്ട്, എനിക്ക് കുറച്ച് പഠിക്കാനേ കഴിവുള്ളെങ്കിൽ ആ കുറച്ച് കാര്യങ്ങളെ എനിക്കുള്ള കഴിവ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ചെറുതല്ല, അതിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് എല്ലാ ദിവസവും വിലയിരുത്തണം. അപ്പോൾ അതിനാണ് പറയുന്നത്, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തമ്പുരാനോട് നമ്മൾ ചോദിക്കുക, എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട്, ദൈവമേ ഇതെല്ലാം എനിക്ക് നിവർത്തി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തത് യഥാർത്ഥമായ ലക്ഷ്യബോധം.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തിത്വ വികസനം, നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നെടുക്കാനായിട്ട് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, ഇല്ലേ? അല്ലാതെ ഇങ്ങനെയെങ്കിലും ഒക്കെ എൻ്റെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കിയാൽ മതി, അപ്പച്ചനോ അമ്മച്ചി എനിക്ക് പണിയെടുത്ത് നല്ല ഭക്ഷണം തരുന്നുണ്ട്, നല്ല ഡ്രസ്സ് തരുന്നുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട്, പക്ഷേ എനിക്കൊരു ലക്ഷ്യമില്ലാതെ ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ട് പോയാൽ പോരാ. നമുക്കൊരു യഥാർത്ഥമായ ലക്ഷ്യബോധം ഉണ്ടാകണം. ഞാൻ നന്നായിട്ട് പഠിക്കുക, എനിക്ക് നിങ്ങൾക്ക് ആരായി തീരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം, അല്ലേ, ഡോക്ടർ ആകണം, പിന്നെ പൈലറ്റ് ആകണം, അല്ലെ പോലീസ് ഓഫീസർ, IPS IAS. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ലക്ഷ്യബോധം ഉണ്ടാകും. അപ്പോൾ നല്ല ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു വളർച്ച നമുക്കുണ്ടായിരിക്കണം. അടുത്തത് യാഥാർത്ഥ്യബോധം. ഈ യാഥാർത്ഥ്യബോധം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം മാനസിക അസ്വസ്ഥമുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് കാണാത്തതൊക്കെ പലതും അവരുണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ലേ? ഇപ്പം ചിലപ്പം രാത്രി കാണുമ്പോൾ അവർക്ക് പകലാണെന്ന് തോന്നാം. അതുപോലെ തന്നെ ശരിയും തെറ്റും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അവരുടെ മനസ്സിന് ആരോഗ്യമില്ലാത്തതുകൊണ്ട് മാനസിക രോഗികൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യബോധം ഉണ്ടാകും. അപ്പം യാഥാർത്ഥ്യബോധം നമുക്ക് ആരോഗ്യമുള്ള വ്യക്തിത്വമുള്ള ഒരു മനുഷ്യന് യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കണം. ഞാൻ സഞ്ചരിക്കുന്ന പാത, ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, എൻ്റെ ചുറ്റുപാടുകൾ, ഇതിനെക്കുറിച്ചൊക്കെയെല്ലാം നമുക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കണം. ഇത് പെരുമാറ്റത്തിലെ ഐക്യവും ദാർഢ്യവും. അപ്പം നമ്മുടെ പെരുമാറ്റത്തിലെ ഐക്യവും ദാർഢ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു അതായത് എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ദാർഢ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴുള്ള നമ്മുടെ എളിമ, നമ്മുടെ സ്നേഹം, ഇതൊക്കെയെല്ലാം നമ്മൾക്ക് ആ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളൊരു വളർച്ച ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതും ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന് നമ്മൾക്ക് ഈ പെരുമാറ്റ രീതികളും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും പറയുന്നത്. അടുത്തത് പഴയ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുവാനുള്ള കഴിവ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യമുള്ള വ്യക്തിത്വത്തിനെ പഴയ അനുഭവങ്ങളിലെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ചില കൂട്ടുകെട്ടുകൾ നമുക്ക് കിട്ടുന്ന ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അത് നല്ലതാണോ? അപ്പം നമ്മളെ ചില കൂട്ടുകെട്ടുകൾ നമ്മളെ കൊണ്ടുപോയി മോശമായ സാഹചര്യങ്ങളിൽ നമ്മളെ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാത്തൊരു കൂട്ടുകെട്ടായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിരിക്കുന്ന ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരനുഭവം. അപ്പം അങ്ങനെ നമ്മൾക്ക് അതിൽ നിന്നും തിക്തമായിട്ടുള്ള മോശമായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മുടെ വീട്ടുകാർക്കും നമ്മൾക്കും മനസ്സിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ വഴി നേരെയുള്ള വഴിയായിരിക്കണം. എൻ്റെ മാതാപിതാക്കന്മാരെയും എൻ്റെ സമൂഹത്തിനെയും കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുവാൻ, നല്ലോണം നടക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഞാൻ നടന്ന വഴി തെറ്റാണ്, എൻ്റെ വഴി നല്ല വഴി, ശരിയായിട്ടുള്ള വഴിയെ പോകേണ്ടത് ഇങ്ങനെയാണെന്ന് ചിന്തിച്ചെടുക്കണം. ഇത് വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ്. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ നമ്മൾ ഇടപെടുന്ന ഏതൊരു മേഖലയിലാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപകടം നടന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു, ഇതെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണോ അവിടെ പെരുമാറുന്നത്? സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുക, അനുകമ്പ തോന്നേണ്ടടുത്ത് നമ്മളവരോട് അനുകമ്പ കാണിക്കുക, പിന്നെ സ്നേഹം കാണിക്കേണ്ടടുത്ത് സ്നേഹം കാണിക്കുക. അപ്പം ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ചെയ്യുന്നത് ആ സാഹചര്യം അനുസരിച്ച് ആരോഗ്യമുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് പെരുമാറേണ്ടത്. അപ്പം അതിനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം. വികാരങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകും. വ്യക്തിത്വമുള്ള ആരോഗ്യത്തിന് വികാരങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം, ശരിയായ രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യ സ്വഭാവമുള്ള കുട്ടികളുണ്ടാകും. അപ്പം നമ്മളിപ്പം വീട്ടിൽ നമ്മൾക്ക് ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മാനസിക സംഘർഷത്തിലായിരിക്കും. അപ്പം നാളെ പരീക്ഷയാണ്, ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ കൂട്ടുകാരനുമായിട്ട് നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. ആ സമയത്തായിരിക്കും നിങ്ങളുടെ അമ്മയോ അപ്പനോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലുമോ വന്ന് പിന്നെ ഒന്ന് അവരോട് എന്താണ് കുട്ടി നീ ഇങ്ങനെ ഇരിക്കണേ, എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കത്തില്ല എന്ന് ചോദിക്കുമ്പോൾ എടുത്തടിച്ച പോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കും ചിലപ്പോൾ നമ്മളില്ലേ. അതല്ലെങ്കിൽ പിന്നെ അപ്പം
അവിടെ നമ്മൾ നമ്മുടെ വികാരത്തിനെ നമ്മൾ നിയന്ത്രിക്കണം. എനിക്ക് ചിലപ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടങ്ങളുണ്ടാകാം, എനിക്ക് ചിലപ്പോൾ 1000 പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയോട് എൻ്റെ വികാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഞാനിരിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ എനിക്ക് ഞാൻ ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനോഗതി മനസ്സിലാക്കാതെ അവരോട് പെരുമാറാൻ സാധിക്കും. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അതാണ് ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന് ആവശ്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കണത് ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ ശരിയായ രീതിയിൽ നടത്തണമേ, എനിക്ക് നല്ല കൂട്ടുകെട്ടുകൾ തരണമേ, എനിക്ക് മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് നല്ല രീതിയിൽ പെരുമാറാൻ എനിക്ക് സാധിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരെയും നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മൾ അനുസരിച്ച് അവരോട് സഹകരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അവരോട് തുറന്നു പറയണം. നിങ്ങൾക്ക് അവരുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കന്മാരെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തമാണ്. അവരെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തുള്ളൂ? അവരാണ് നമ്മുടെ ആദ്യത്തെ സ്കൂളും വിദ്യാലയമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ തുറന്ന് പറയാൻ സാധിക്കണം. ഒരിക്കലും കൂട്ടുകാരോട് പരസ്പരം ചർച്ച ചെയ്ത് അങ്ങനെ നയിക്കുന്ന രീതിയിൽ നടക്കാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരോടും മാതാപിതാക്കന്മാരോടും നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സാധിക്കണം. പിന്നെ വേണ്ടത് നമ്മളിലുള്ള അപകർഷതാബോധം ദൂരെ അകറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? പിന്നെ ചിലർക്ക് നാണം ഉണ്ടാകും സമൂഹത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ, അതല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് പോയി 2 വാക്ക് പറയാൻ, ഒരു ബാങ്കിൽ ചെന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ചെന്നിട്ട് നമ്മൾക്ക് ഒരു ഫോം ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം നേടിയെടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് സംസാരിക്കാൻ, അവിടെ ഞാൻ ചെന്ന് എന്ത് പറയും, എനിക്ക് അത് സാധിക്കില്ല, എനിക്കൊന്നിനും കഴിവില്ലാത്ത ആളാണ്, എനിക്ക് ആരുടെയും മുന്നിൽ സംസാരിക്കാൻ അറിയില്ലാത്ത ആളെന്നുള്ള ആ അപകർഷബോധം നമ്മളിൽ നിന്നും നമ്മൾ ദൂരെ അകറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കണം. നമ്മുടെ അധ്യാപകരോടും വീട്ടുകാരോടും പ്രശ്നങ്ങൾ തുറന്നു പറയുകയും നമ്മുടെ ദേവാലയത്തിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ലവിങ് സർക്കിൾ നിങ്ങളെ വളർത്തുന്ന നമ്മുടെ സംഘടനയാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ, നമുക്കൊരു വാക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും കളയാതെ അപകർഷബോധമില്ലാതെ നിങ്ങളോട് പെരുമാറാൻ പഠിക്കണം. അതിനുള്ള പരിശീലനം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്വായത്തമാക്കുക. ടീച്ചേഴ്സിനോട് തുറന്നു പറയാനുള്ള നമുക്കുണ്ടാവണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾക്ക് നോക്കാനാണെങ്കിൽ ചില കൂട്ടരുണ്ട്. ഇനി നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഇപ്പം ഈ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന് നമ്മൾ കണ്ട ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ പോലും ആളിന് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ളൊരു മനസ്സില്ലെങ്കിലില്ലേ ഇതൊന്നും നേടിയെടുത്തിട്ട് കാര്യമില്ല. അയാൾക്ക് ആരോഗ്യമുള്ള വ്യക്തിത്വം ഉള്ള വ്യക്തിയാണെന്ന് അയാളെ പറയാൻ സാധിക്കില്ല. നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഇടപെടുന്ന നമ്മുടെ രീതി, നമ്മുടെ അത് അവകാശമാണ്, ഞാനത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. യേശു ഈ തരത്തിലെല്ലാം പൂർണ്ണമായ വ്യക്തിത്വം പ്രാപിച്ചൊരു വ്യക്തിയാണെന്ന് നമ്മൾ കണ്ടില്ലേ. യേശു സഞ്ചരിച്ച പാതകൾ, യേശു ഇടപെട്ട തലങ്ങൾ, യേശു തീർപ്പാക്കി കൊടുത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം യേശു സമ്പൂർണ്ണമായ ഒരു വ്യക്തിത്വം കൈവരിച്ച വ്യക്തിയാണ്. അപ്പം നമ്മൾ യുവജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു യേശുവാണ് പൂർണ്ണമായ വ്യക്തിത്വ വളർച്ച പ്രാപിച്ച ആളെന്ന രീതിയിൽ യേശു ആയിരിക്കണം നമ്മുടെ നേതാവ്, നമ്മളെ നയിക്കേണ്ടത്. അപ്പം അതുപോലെ പൂർണ്ണമായ ആരോഗ്യമുള്ളൊരു വ്യക്തിത്വം പ്രാപ്തമാക്കാൻ നിങ്ങൾ യുവാക്കൾ മനസ്സ് വെക്കണം. നിങ്ങൾ അതിലേക്ക് വളർച്ച പ്രാപിച്ചു വരണം. ഇനി യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ വ്യക്തിത്വം പൂർണ്ണമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് തെളിയിക്കാൻ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു സഞ്ചരിച്ച പാതകൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, അതൊക്കെ നമ്മൾക്ക് കാണാം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ നിന്നും സംഭവങ്ങളും പ്രബോധനങ്ങളും കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, നമ്മൾ കണ്ടു. യേശു കുറേ പ്രബോധനങ്ങൾ യേശു പറയുന്നു. അപ്പം ഈ രീതിയിലാണ് പറയുന്നത്. നമ്മൾ കണ്ട് മത്തായി 4-ാം അധ്യായം 1-11 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കണ്ട് യേശു നേരിട്ട പ്രലോഭനങ്ങൾ. മലയിൽ യേശു ഉപവസിക്കുന്ന സമയത്ത് യേശുവിനെ 3 വിധത്തിലെ പ്രലോഭനങ്ങൾ യേശു നേരിട്ടത് പറഞ്ഞു. യേശു അതെങ്ങനെ തരണം ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു. മത്തായി 5-ാം അധ്യായം 23-24 സഹോദരങ്ങളുമായുള്ള ആരോഗ്യകരമായ ബന്ധം കാണിക്കുന്ന വാക്യമാണ്. നീ കാഴ്ചയർപ്പിക്കും, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ ബലിവസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വെച്ചിട്ട്
നീ പോയി നിന്റെ സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കാനാണ് പറയുന്നത്. അതായത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പൂർണ്ണതയിലെത്തുന്നത് നമ്മുടെ സഹോദരനുമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകളിലൂടെയാണ്, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നതിലൂടെയാണ് എന്ന് പറയുന്നത്. വീണ്ടും മത്തായി 5:37 യേശു അനാവശ്യമായിട്ടൊരു വാക്ക് പോലും പറയുന്നില്ല. യേശു പറയുന്നു, നിന്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുമായിരിക്കണമെന്നാണ്. അതായത് നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത് നമ്മൾ എത്രമാത്രം മോശമായിട്ടുള്ള വാക്കുകൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കന്മാരെ, കൂട്ടുകാരെ, സമൂഹത്തിലുള്ള ഉന്നത വ്യക്തികളെയൊക്കെ നമ്മളില്ലേ ഒരുപാട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവിടെ യേശു പറയുന്നത് നമ്മുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുള്ളതാണ്. അല്ലാതെ ഒരു വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. വീണ്ടും മത്തായി 5:39 ദുഷ്ടനെ എതിർക്കരുതും, നിന്റെ വലതു കർണത്തടിക്കുന്നവനെയും മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് തിന്മയെ നന്മ കൊണ്ട് ജയിച്ചവനാണ് യേശു. അപ്പം അങ്ങനെയുള്ള യേശു പറയുന്നത് നമ്മൾ ഒരിക്കലും ശത്രുത നമ്മുടെ മനസ്സിൽ വെച്ചിട്ടിരുന്നുകൊണ്ട് അവൻ എൻ്റെ ശത്രുവാണ്, അവൻ എന്നെ ഉപദ്രവിച്ചവനാണ്, അവനെ ഒന്നടിച്ചെങ്കിൽ ഞാൻ അവനിട്ട് രണ്ടടിക്കണം എന്നുള്ള മനോഭാവം നമുക്ക് പാടില്ല. മറ്റുള്ളവരെ നമ്മൾ തിന്മ ചെയ്യുന്ന വ്യക്തിയെ നമ്മളിലുള്ള നന്മ കൊണ്ട് ആ തിന്മ ഇല്ലാതെയാക്കി അവരെ നമ്മൾ സ്നേഹിച്ച് നമ്മളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണമെന്നാണ് യേശുവിൻ്റെ വ്യക്തിത്വം കാണിച്ചു തരുന്നത്. വീണ്ടും മത്തായി 6:6 നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അതായത് യേശു പ്രാർത്ഥനയുടെ വ്യക്തിയാണ്. ജീവിതത്തിലുടനീളം യേശു പ്രാർത്ഥിച്ച സന്ദർഭങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. നമ്മുടെ ബൈബിളിലുണ്ട് ഈ വാക്കുകൾ, ഇത് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതും നമ്മൾ കതകടച്ച് നമ്മുടെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത് പ്രാർത്ഥനയിലുള്ള നമ്മുടെ ഏകാഗ്രതയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ചിന്തയിലും മറ്റുള്ള ഒരു കാര്യങ്ങളും കടന്നു വരാൻ പാടില്ല. നമ്മളും ദൈവവും തമ്മിലുള്ള സംസാരം മാത്രം, അതാണ് വേണ്ടത്. അപ്പം പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും ലൂക്കാസ് സുവിശേഷകൻ 6:35 പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നു. അപ്പം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതാണ് യേശു. സ്നേഹമായിരുന്നു യേശുവിൻ്റെ ആദർശം. അപ്പം യേശു കുരിശിൽ കിടന്നുകൊണ്ട് പോലും തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ചു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു നമുക്ക് സ്വയം കാണിച്ചു തരികയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക. അതായത് നമ്മൾക്ക് ഉള്ളവരെല്ലാവരും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ പരസ്പരം സഹോദരന്മാരാണ്. അവിടെ നമ്മൾക്ക് ശത്രുക്കളില്ല, മിത്രങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പാടുള്ളൂ. അപ്പം നമ്മൾ നിരന്തരം നമ്മൾക്ക് അറിയാമല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ ശത്രുക്കളായിട്ട് കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ബലഹീനതകളുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യേശു ശത്രുക്കളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിക്കാൻ ശീലിക്കുക. ഇപ്പോൾ ഒരാൾ നമ്മളെ കളിയാക്കിയായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനം തരാതിരുന്നായിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ടിരിക്കാതെ അവരെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് ശീലിക്കുക. ലൂക്ക 6:42 ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളയുക, അപ്പോൾ നിന്റെ കാഴ്ച തെളിയുമെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. അപ്പം മറ്റുള്ളവരെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയാത്തവരാണ് നമ്മൾ മനുഷ്യരല്ലേ. ഒരാളെ വിമർശിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഒരു സന്തോഷത്തോടെ ആയിരിക്കും നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ നിരന്തരം ടി വിയിലൊക്കെ കാണുന്നതല്ലേ, ഉന്നതന്മാരെ വിമർശിക്കുന്നു, പള്ളിയിൽ അച്ഛന്മാരെ വിമർശിക്കുന്നു, കന്യാസ്ത്രീകളെ വിമർശിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ സമൂഹം ഒരാളെ വിമർശിക്കാൻ കിട്ടുന്ന സാഹചര്യം നമ്മൾ മാക്സിമം ഉപയോഗിച്ച് ആഘോഷിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഇടിച്ചു താഴ്ത്താതെ നമ്മൾ എല്ലാവരെയും വിലയുള്ളവരായി എല്ലാവർക്കും എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുക. അപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാൻ കിട്ടുന്ന ആ സാഹചര്യത്തിൽ ഞാൻ സ്വയം ഓരോ വ്യക്തികളും സ്വയം നന്നാകാൻ പറയുക, ആരെയും വിമർശിക്കാതെ. ലൂക്ക അപ്പം യോഹന്നാൻ 13:5 പറയുന്നു, തന്നെ വിനീതനാക്കി എളിമയുടെ പാഠം. അതായത് യേശു അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അരയിൽ കെട്ടിയിരുന്ന തൂവാല കൊണ്ട് അവരുടെ പാദങ്ങൾ തുടച്ചു കൊടുക്കുന്ന യേശുവിനെയാണ് ലൂക്ക 13:5 പറയുന്നത്. അപ്പോൾ അവിടെ യേശുവിൻ്റെ സ്വയം താഴുകയാണ്. യേശു എളിമപ്പെടുന്നു, വിനീതനാകുന്നു, ദാസനെ പോലെ. അതായത് ഓരോ വ്യക്തിയും ഞാൻ എൻ്റെ സഹോദരൻ്റെ ദാസനാണ്, എൻ്റെ സഹോദരന് ഞാൻ വേല ചെയ്തു കൊടുക്കേണ്ടവരാണ്, സഹായം ചെയ്തു കൊടുക്കേണ്ടവരാണെന്നുള്ള ഒരു
ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത് പിന്നെ ദിവസം നമ്മൾ പ്രയത്നിക്കണം ഈ കാര്യത്തിൽ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എനിക്കൊക്കെ ചെറുതല്ല, കുറേ കാലം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. എനിക്ക് ഉണ്ടായ ഇരുട്ടിനെ ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുകയും നമ്മുടെ വചനം വായിക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടും. അപ്പോൾ നമ്മളിലുള്ള ഭയാശങ്കകളും ഉത്കണ്ഠകളും അപകർഷാബോധവും എല്ലാം ദൂരെ പോകും. ഇന്നിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് രണ്ട് വാക്ക് സംസാരിക്കാനോ എല്ലാത്തിനുള്ള ധൈര്യം കിട്ടുന്നത് ഈ മതബോധന രംഗത്ത് പ്രവർത്തിച്ചത് കൊണ്ടും നമ്മുടെ പിന്നെ സ്നേഹ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെയാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓരോ വ്യക്തിയും പൂർണ്ണനാണ്, കഴിവുള്ളവനാണ്. അപ്പോൾ ആരും വില കുറഞ്ഞവരൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളുടെ ലവിങ് സർക്കിളിലും യൂത്തിലും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കണം. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നേടിയെടുക്കാനുണ്ട്. സഹായം ആവശ്യമുള്ളവരുണ്ട്, അവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കരും അതുപോലെ തന്നെയുള്ള നമ്മുടെ യൂത്ത് പ്രവർത്തകരും എല്ലാം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ. അപ്പം അങ്ങനെ ഉള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നത് നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിത്വത്തിലേക്ക് വരാനായിട്ട് നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ചു സമൂഹത്തിലേക്ക് ഭയമില്ലാതെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട്, സുഹൃത്തുക്കളോട്, ടീച്ചേഴ്സിനോട്, മുതിർന്നവരോട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും തുറന്നു പറയണം. അതുകൊണ്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നമ്മൾ പക്വത വന്ന ഒരു വ്യക്തിയോട് നമ്മൾ അഭിപ്രായം ചോദിക്കണം. ഞാൻ ഇന്നൊരു പ്രശ്നത്തിലാണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ എളിമപ്പെടുത്തണം. എളിമയുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഞാൻ ഇന്ന കുറവുണ്ടാവുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് നമുക്ക് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വചനങ്ങൾ കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചിട്ട് ബൈബിൾ ഈ വചന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം. കാണാതെ പഠിച്ച് അത് എഴുതണം. പിന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ എഴുതി പിന്നെ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നെ കാണിക്കണം. അടുത്ത പാഠം ഒന്ന് വായിക്കുകയും കൂടി ചെയ്യുക. അടുത്ത പാഠം 3-ാം പാഠം യുവജനങ്ങളും പ്രവാചക നേതൃത്വവുമാണ്. ഈ പാഠം നിങ്ങളൊന്ന് ഇത്ര വരെ നിങ്ങൾ വായിക്കുകയും ചെയ്യുക കേട്ടോ. വായിച്ച് 2-ാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ഇതെല്ലാം കാണാതെ ഈ വചനങ്ങൾ പഠിച്ച് എന്നെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ കേൾപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി ഫോട്ടോ ഇടുക. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹസ്വരൂപനായ യേശുവേ, പൂർണ്ണമായ വളർച്ച പ്രാപിച്ച വ്യക്തിത്വത്തിലേക്ക് എത്തുവാൻ എന്ത് ചെയ്യണമെന്നും അവിടുത്തെ പ്രബോധനങ്ങളും അവിടുത്തെ ജീവിതവും ഞങ്ങളിന്ന് ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യും. കർത്താവെ, ഞങ്ങളും ആരോഗ്യമുള്ള വ്യക്തികളായി ഞങ്ങളുടെ സമൂഹത്തിനും നമ്മുടെ ജീവിതത്തിലും നന്മ ചെയ്യുന്നവരായിട്ട് വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, നിന്റെ തിരുക്കുമാരൻ നിന്നോട് ഐക്യപ്പെട്ട് ജീവിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരണയുള്ള മക്കളായിട്ട് വളർന്നു പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂടി ഈശ്വരൻ സഹായിക്കും. ശരിയായിരിക്കട്ടെ. എല്ലാവരോടും പ്രാർത്ഥിക്കും.